മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ സംരക്ഷണവും സഹായവും ഈ ദിവസം മുഴുവനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിൻ്റെ 24-ാമത്തെ തിരുവചനത്തിൽ ഈശോനാഥൻ ശിഷ്യന്മാരോട് അരുളി ചെയ്യുകയാണ്, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കും, അഴിയുന്നില്ലെങ്കിലോ അത് അതേപടി ഇരിക്കും. പ്രിയപ്പെട്ടവരെ, ഗോതമ്പ് മണി നിലത്ത് അഴിയുമ്പോഴാണ് അതിന് പുതിയ മുളയെടുക്കുന്നത്. ദൈവത്തിന് മുമ്പിൽ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ എൻ്റെ ജീവിതത്തെ ഉയർത്തണമേ എന്ന്, ജീവിതത്തെ വളർത്തണമേ, സഹായിക്കണമേ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിലും ചില സഹനങ്ങളും ചില വേദനകളും ചില കഷ്ടപ്പാടുകളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് വരാം. അത് ഉപേക്ഷിക്കലല്ല, വേര് വളരാനുള്ള സമയമാണ്. അതിന് ശേഷമാണ് ഉയർച്ചയും അനുഗ്രഹവും. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞ് പുതിയ മുളയെടുത്ത് അതിൻ്റെ വേര് മണ്ണിൽ പതിക്കപ്പെടുമ്പോഴാണ് അതിൽ നിന്നും ഫലമുണ്ടാകുന്നത്. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയാനും അതിനുശേഷം അത് മുളയെടുക്കാനും തുടർന്ന് അതിൻ്റെ വേര് താഴേക്ക് പോകാനുമുള്ള ഒരു സമയമുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ സഹനത്തിൻ്റെ സമയമാണിത്. അതിനുശേഷമാണ് ഗോതമ്പ് മണിയിൽ പുതിയ വിളകൾ ഉണ്ടാകുന്നത്. സഹനത്തിന് ശേഷം പുതിയ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും ജീവിതത്തിൽ സഹനങ്ങളും വേദനകളുമാണ് കടന്നു വരുന്നത് എങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള സമയമെന്ന് പറയുന്നുണ്ടല്ലോ, മുളയെടുക്കാനും വേര് മണ്ണിൽ പതിയാനുമുള്ള സമയമാണ്. അതിനുശേഷം നിൻ്റെ ജീവിതത്തിൽ ഫലങ്ങളുണ്ടാകും, അനുഗ്രഹങ്ങളുണ്ടാകും, അത്ഭുതങ്ങളുണ്ടാകുമെന്ന് നീ മറന്നു പോകരുത്. ഈ ഗോതമ്പ് മണി തൻ്റെ രൂപം നഷ്ടപ്പെടാതെ അതിനെ സംരക്ഷിച്ചു വച്ചിരുന്നുവെങ്കിൽ അതിൽ നിന്ന് പുതിയ മുളയെടുക്കില്ല, പുതിയ ഫലങ്ങളുണ്ടാവില്ല, അതൊറ്റയ്ക്ക് നിൽക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ മാറ്റിവെക്കേണ്ടി വരും. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഫലങ്ങളുണ്ടാകാൻ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുണ്ടാകാൻ നമ്മിൽ നിന്ന് സ്വാർത്ഥതയെ മാറ്റേണ്ടി വരും, പിടിവാശി മാറ്റേണ്ടി വരും, അഹങ്കാരത്തെ മാറ്റേണ്ടി വരും, നമ്മളിലുള്ള തിന്മയെ നമ്മൾ മാറ്റേണ്ടി വരും. ജീവിതത്തിൽ നമ്മളായിട്ട് കരുതി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ അതിനെ മാറ്റാനായിട്ട് തയ്യാറാകുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം ലഭിക്കുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രാർത്ഥനയ്ക്ക് ശേഷമുണ്ടാകുന്ന സഹനങ്ങളെ അത് ദൈവം നമുക്കായി ഫലം നൽകാനായിട്ടുള്ള സമയമാണെന്ന് കാണാനും നമ്മുടെ ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ടതിനെയൊക്കെ ഉപേക്ഷിക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. എന്തൊക്കെയാണ് ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ടത് അതിനെ തിരിച്ചറിഞ്ഞ് അതിനെ മാറ്റി ദൈവം അനുവദിക്കുന്ന സഹനങ്ങളെ ഏറ്റെടുത്ത് ജീവിക്കുക. നിൻ്റെ ജീവിതത്തിൽ വളർച്ചയുണ്ടാകും, ഉയർച്ചയുണ്ടാകും, ഫലങ്ങളുണ്ടാകും. കരങ്ങളെ യാചനയോടെ പിടിക്കാം. ഈ ദിവസത്തിന് എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരുടെ അധ്വാനങ്ങളിൽ ഇവരെ സഹായിക്കണമേ. ഇവർ പോകുന്ന വഴികളിൽ അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ചെയ്യുന്ന കാര്യങ്ങളെ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. ഇവരുടെ ജീവിതത്തിലേക്ക് വലിയ കൃപകൾ നിറയ്ക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുടെ പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ. എല്ലാ കെട്ടുകളും അഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.